എജ്യൂക്വിസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൽ നിന്നും എടുത്തിട്ടുള്ള GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തുറമുഖം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തുറമുഖം കറാച്ചി. കറാച്ചി തുറമുഖമാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തുറമുഖം. പാകിസ്ഥാൻ അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം. പാകിസ്ഥാൻ അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം ചഗായ് കുന്നുകൾ. ചഗായ് കുന്നുകളിലാണ് പാകിസ്ഥാൻ അണുവിസ്ഫോടനം നടത്തിയത്. പാകിസ്ഥാൻ എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. പാകിസ്ഥാൻ എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് റഹ്മത്ത് അലി. റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രിയാണ് ലിയാഖത്ത് അലി ഖാൻ. ലിയാഖത്ത് അലി ഖാനാണ് പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി. പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ. പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ. പാകിസ്ഥാൻ്റെ ദേശീയ ഗാനം ക്വാമി തരാന. ക്വാമി തരാനയാണ് പാകിസ്ഥാൻ്റെ ദേശീയ ഗാനം. പാക് കടലിടുക്ക് ഏത് സമുദ്രത്തിലാണ്? പാക് കടലിടുക്ക് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. പാചകവാതകത്തിലെ പ്രധാന ഘടകം. പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ. ബ്യൂട്ടേനാണ് പാചകവാതകത്തിലെ പ്രധാന ഘടകം. പാവോ ക്രിസ്റ്റാറ്റസ് ഏത് പക്ഷിയുടെ ശാസ്ത്രനാമമാണ്? പാവോ ക്രിസ്റ്റാറ്റസ് ഏത് പക്ഷിയുടെ ശാസ്ത്രനാമമാണ്? മയിൽ. മയിലിൻ്റെ ശാസ്ത്രനാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. പാണിനി ഏത് നിലയിലായിരുന്നു പ്രശസ്തൻ? പാണിനി ഏത് നിലയിലായിരുന്നു പ്രശസ്തൻ? സംസ്കൃത വൈയാകരൻ. പാണിനി സംസ്കൃത വൈയാകരനായിരുന്നു. പിൽക്കാലത്ത് 1952 വഡോദരയിലേക്ക് മാറ്റിയ റെയിൽവേ സ്റ്റാഫ് കോളേജ് 1930 എവിടെയാണ് സ്ഥാപിച്ചത്? പിൽക്കാലത്ത് വഡോദരയിലേക്ക് മാറ്റിയ റെയിൽവേ സ്റ്റാഫ് കോളേജ് 1930 എവിടെയാണ് സ്ഥാപിച്ചത്? ഡെറാഡൂണിലാണ് പിൽക്കാലത്ത് വഡോദരയിലേക്ക് മാറ്റിയ റെയിൽവേ സ്റ്റാഫ് കോളേജ് 1930 സ്ഥാപിച്ചത്. പുരുഷപുരത്തിൻ്റെ ഇപ്പോഴത്തെ പേര്. പുരുഷപുരത്തിൻ്റെ ഇപ്പോഴത്തെ പേര് പെഷവാർ. പെഷവാർ എന്നതാണ് പുരുഷപുരത്തിൻ്റെ ഇപ്പോഴത്തെ പേര്. പുരുഷന്മാരിൽ മീശ വളർത്തുന്ന ഹോർമോൺ. പുരുഷന്മാരിൽ മീശ വളർത്തുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റെറോൺ. ടെസ്റ്റോസ്റ്റെറോൺ ആണ് പുരുഷന്മാരിൽ മീശ വളർത്തുന്ന ഹോർമോൺ. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര്. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് വാസെക്ടമി. വാസെക്ടമി എന്നാണ് പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര്. പുലിറ്റ്സർ പുരസ്കാരം നൽകുന്ന അമേരിക്കയിലെ സർവകലാശാല. പുലിറ്റ്സർ പുരസ്കാരം നൽകുന്ന അമേരിക്കയിലെ സർവകലാശാല കൊളംബിയ. അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയാണ് പുലിറ്റ്സർ പുരസ്കാരം നൽകുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത പാലക്കാട് ചുരം. പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് വില്യം ഹെൻറി ഹാരിസൺ. വില്യം ഹെൻറി ഹാരിസനാണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ സിക്കന്ദർ ഭക്ത്. സിക്കന്ദർ ഭക്താണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ നിയമസഭാംഗം. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ നിയമസഭാംഗം ഡോക്ടർ AR മേനോൻ. ഡോക്ടർ AR മേനോനാണ് പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ നിയമസഭാംഗം. പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ. പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് കണ്ടൻസേറ്റ്. ബോസ് കണ്ടൻസേറ്റ് ആണ് പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ. ഫറാക്ക ബാരേജ് ഏത് നദിയിലാണ്? ഫറാക്ക ബാരേജ് ഏത് നദിയിലാണ്? ഗംഗ. ഗംഗ നദിയിലാണ് ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്നത്. ഫാസിസം എന്ന പ്രസ്ഥാനം ആരംഭിച്ച രാജ്യം. ഫാസിസം എന്ന പ്രസ്ഥാനം ആരംഭിച്ച രാജ്യം ഇറ്റലി. ഇറ്റലിയാണ് ഫാസിസം എന്ന പ്രസ്ഥാനം ആരംഭിച്ച രാജ്യം. ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിൽ.
ക്യാബിനറ്റിലാണ് ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. 250 ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ. ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സംവിധാനം നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരം. ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സംവിധാനം നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരം ഇന്ത്യൻ കൗൺസിൽ നിയമം 1909. ഇന്ത്യൻ കൗൺസിൽ നിയമം 1909 ഇന്ത്യൻ കൗൺസിൽ നിയമമാണ് ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സംവിധാനം നടപ്പിൽ വരുത്തിയത്. ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപം കൊണ്ട ഭാഷ. ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപം കൊണ്ട ഭാഷ സംസ്കൃതം. സംസ്കൃതമാണ് ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപം കൊണ്ട ഭാഷ. ഭൂമിയുടെ ഏറ്റവും സാന്ദ്രതയേറിയ ഭാഗം. ഭൂമിയുടെ ഏറ്റവും സാന്ദ്രത ഏറിയ ഭാഗം അകക്കാമ്പ്, കോർ. അകക്കാമ്പാണ് ഭൂമിയുടെ ഏറ്റവും സാന്ദ്രതയേറിയ ഭാഗം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു. മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. ബർമുഡ ഏത് രാജ്യത്തിൻ്റെ ആശ്രിത പ്രദേശമാണ്? ബർമുഡ ഏത് രാജ്യത്തിൻ്റെ ആശ്രിത പ്രദേശമാണ്? യുണൈറ്റഡ് കിങ്ഡം. UK-യുടെ ആശ്രിത പ്രദേശമാണ് ബർമുഡ. ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം. ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. ബർമുഡയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. ബരാമതി സ്റ്റേഡിയം എവിടെയാണ്? ബരാമതി സ്റ്റേഡിയം എവിടെയാണ്? കട്ടക്ക്. കട്ടക്കിലാണ് ബരാമതി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം. ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചൈന. ചൈനയാണ് ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം. ബഹിരാകാശത്ത് പോയ ആദ്യ മുസ്ലിം. ബഹിരാകാശത്ത് പോയ ആദ്യ മുസ്ലിം പ്രിൻസ് സുലൈമാൻ അൽ സൂദ്. പ്രിൻസ് സുലൈമാൻ അൽ സൂദാണ് ബഹിരാകാശത്ത് പോയ ആദ്യ മുസ്ലിം. ബാലചന്ദ്ര മേനോനെ ഭരത് അവാർഡിന് അർഹനാക്കിയ ചിത്രം. ബാലചന്ദ്ര മേനോനെ ഭരത് അവാർഡിന് അർഹനാക്കിയ ചിത്രം സമാന്തരങ്ങൾ. ബാലചന്ദ്ര മേനോന് ഭരത് അവാർഡ് ലഭിച്ചത് സമാന്തരങ്ങൾ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത്. ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. ത്രിപുരയാണ് ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിൻ. അഡ്രിനാലിനാണ് ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പ്രസിഡന്റിൽ. ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദത്തിൻ്റെ ഇപ്പോഴത്തെ പേര്. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദത്തിൻ്റെ ഇപ്പോഴത്തെ പേര് കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസ് എന്നാണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദത്തിൻ്റെ ഇപ്പോഴത്തെ പേര്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ. ക്രിമിയൻ യുദ്ധം എപ്പോഴായിരുന്നു? ക്രിമിയൻ യുദ്ധം എപ്പോഴായിരുന്നു? 1854 മുതൽ 1856 വരെ. 1854 മുതൽ 1856 കാലയളവിലായിരുന്നു ക്രിമിയൻ യുദ്ധം. ക്രിസ്റ്റഫർ റീവ് ജീവൻ നൽകിയ അമാനുഷിക കഥാപാത്രം. ക്രിസ്റ്റഫർ റീവ് ജീവൻ നൽകിയ അമാനുഷിക കഥാപാത്രം സൂപ്പർമാൻ. സൂപ്പർമാനാണ് ക്രിസ്റ്റഫർ റീവ് ജീവൻ നൽകിയ അമാനുഷിക കഥാപാത്രം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. ഗ്രീസിൻ്റെ കണ്ണ് എന്നറിയപ്പെടുന്നത്. ഗ്രീസിൻ്റെ കണ്ണ് എന്നറിയപ്പെടുന്നത് ഏഥൻസ്. ഏഥൻസ് ആണ് ഗ്രീസിൻ്റെ കണ്ണ് എന്നറിയപ്പെടുന്നത്.
ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ്. ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ്. കോൺകേവ് ലെൻസാണ് ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ്. ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്രപരമായ പേര്. ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്രപരമായ പേര് മയോപ്പിയ. മയോപ്പിയ എന്നതാണ് ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്രപരമായ പേര്. അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ ഗാനം. അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ ഗാനം സ്റ്റാർ സ്പാങ്കിൾഡ് ബാനർ. സ്റ്റാർ സ്പാങ്കിൾഡ് ബാനർ. സ്റ്റാർ സ്പാങ്കിൾഡ് ബാനർ എന്നതാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ ഗാനം. അമേരിക്കൻ ദേശീയ പതാകയിൽ കുറുകെയുള്ള വരകളുടെ എണ്ണം. അമേരിക്കൻ ദേശീയ പതാകയിൽ കുറുകെയുള്ള വരകളുടെ എണ്ണം 13. അമേരിക്കൻ ദേശീയ പതാകയിൽ കുറുകെ 13 വരകളാണ് ഉള്ളത്. അമേരിക്കൻ ദേശീയ പതാകയിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം. അമേരിക്കൻ ദേശീയ പതാകയിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം 50. അമേരിക്കൻ ദേശീയ പതാകയിൽ 50 നക്ഷത്രങ്ങളാണ് ഉള്ളത്. അമേരിക്കയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം. അമേരിക്കയിൽ ആദ്യമായി സെൻസസ് നടന്നത് 1790. 1790 അമേരിക്കയിൽ ആദ്യമായി സെൻസസ് നടന്നത്. മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി. മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി പ്ലാസ്മോഡിയം വൈവാക്സ് അഥവാ പ്രോട്ടോസോവ. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി. അലോപ്പതിയുടെ പിതാവ്. അലോപ്പതിയുടെ പിതാവ് ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ് ആണ് അലോപ്പതിയുടെ പിതാവ്. ആന്ധ്രാപ്രദേശിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു. പോറ്റി ശ്രീരാമലു ആണ് ആന്ധ്രാപ്രദേശിൻ്റെ ശില്പി. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു. കൊല്ലേരു ശുദ്ധജല തടാകമാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ. വോൾഗ നദിയാണ് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി. യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം. യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം മോസ്കോ. മോസ്കോയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം. ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരവേദി. ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരവേദി മോണ്ടിവിഡിയോ. മോണ്ടിവിഡിയോയാണ് ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ വേദി. ആദ്യത്തെ ലോകകപ്പ് ഹോക്കി നടന്ന സ്ഥലം. ആദ്യത്തെ ലോകകപ്പ് ഹോക്കി നടന്ന സ്ഥലം ബാർസിലോണ. ബാർസിലോണയാണ് ആദ്യത്തെ ലോകകപ്പ് ഹോക്കി നടന്ന സ്ഥലം. ഇന്ത്യൻ പ്രസിഡന്റായ ഏക ശാസ്ത്രജ്ഞൻ. ഇന്ത്യൻ പ്രസിഡന്റായ ഏക ശാസ്ത്രജ്ഞനാണ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ പ്രസിഡന്റായ ഏക ശാസ്ത്രജ്ഞൻ. ഇന്ത്യൻ മാക്കിയവെല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഇന്ത്യൻ മാക്കിയവെല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചാണക്യൻ. ചാണക്യനാണ് ഇന്ത്യൻ മാക്കിയവെല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എവിടെയാണ്? ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എവിടെയാണ്? ഡെറാഡൂൺ. ഡെറാഡൂണിലാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജ രാമണ്ണ. രാജ രാമണ്ണയാണ് ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ വജ്രനഗരം. ഇന്ത്യയിലെ വജ്രനഗരം സൂറത്ത്. സൂറത്താണ് ഇന്ത്യയിലെ വജ്രനഗരം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സ്ഥാപനം. ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സ്ഥാപനം സെബി. സെബിയാണ് ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സ്ഥാപനം. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മാധ്യമം ഇംഗ്ലീഷ് ആക്കാനുള്ള ശുപാർശ ചെയ്തത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മാധ്യമം ഇംഗ്ലീഷ് ആക്കാനുള്ള ശുപാർശ ചെയ്തത് മെക്കാളെ പ്രഭു. മെക്കാളെ പ്രഭുവായിരുന്നു ഇന്ത്യയിലെ വിദ്യാഭ്യാസ മാധ്യമം ഇംഗ്ലീഷ് ആക്കാനുള്ള ശുപാർശ ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. മൊറാർജി ദേശായിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. കർണാടകയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ബൈസിക്കിൾ നഗരം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ബൈസിക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന. ലുധിയാനയാണ് ഇന്ത്യയുടെ ബൈസിക്കിൾ നഗരം എന്നറിയപ്പെടുന്നത്. ഏറ്റവും വലിയ സാർക്ക് രാജ്യം. ഏറ്റവും വലിയ സാർക്ക് രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ഏറ്റവും വലിയ സാർക്ക് രാജ്യം.
ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഗലീന? ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഗലീന? ലെഡ്. ലെഡിൻ്റെ അയിരാണ് ഗലീന. ഏത് ലോഹത്തിൻ്റെ അയിരാണ് സിന്നബാർ? ഏത് ലോഹത്തിൻ്റെ അയിരാണ് സിന്നബാർ? മെർക്കുറി. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം സോയുസ് T-11. സോയുസ് T-11 ആണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജ് റൂർക്കി. റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജാണ് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജ്. ഏത് രോഗം നിർണ്ണയിക്കാനാണ് എലിസ ടെസ്റ്റ് നടത്തുന്നത്? ഏത് രോഗം നിർണ്ണയിക്കാനാണ് എലിസ ടെസ്റ്റ് നടത്തുന്നത്? എയ്ഡ്സ്. എയ്ഡ്സ് രോഗം നിർണ്ണയിക്കാനാണ് എലിസ ടെസ്റ്റ് നടത്തുന്നത്. ഏത് ലോഹത്തിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ടോക്കൺ കറൻസി നടപ്പാക്കിയത്? ഏത് ലോഹത്തിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ടോക്കൺ കറൻസി നടപ്പാക്കിയത്? ചെമ്പ്. ചെമ്പിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ടോക്കൺ കറൻസി നടപ്പാക്കിയത്. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ ഉയർത്തിയത്. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ ഉയർത്തിയത് മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമയായിരുന്നു ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ ഉയർത്തിയത്. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ആചരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ആചരിക്കുന്നത് ദേശീയോദ്ഗ്രഥന ദിനം. ദേശീയോദ്ഗ്രഥന ദിനമായിട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ആചരിക്കുന്നത്. ഇന്റർ പാർലമെൻ്ററി യൂണിയൻ്റെ ആസ്ഥാനം. ഇന്റർ പാർലമെൻ്ററി യൂണിയൻ്റെ ആസ്ഥാനം ജനീവ. ജനീവയാണ് ഇന്റർ പാർലമെൻ്ററി യൂണിയൻ്റെ ആസ്ഥാനം. രാജ്യസഭാംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം. രാജ്യസഭാംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയ്ക്കാണ് രാജ്യസഭാംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം. രാജ്യസഭാംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി. രാജ്യസഭാംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി AK ആൻ്റണി. AK ആൻ്റണിയാണ് രാജ്യസഭാംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി. ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി. മൊറാർജി ദേശായി ആയിരുന്നു ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.